ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് സ്കാം എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. നമ്മുടെ വിജയ് മല്യ ഏകദേശം 14,000 കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് ലോൺ എടുത്തിട്ട് പിന്നെ ഇവിടെ നിന്ന് മുങ്ങി നടന്നത്. ഈ ഇടയ്ക്ക് ഒരു പോഡ്കാസ്റ്റിൽ വന്ന് ഇപ്പൊ അതാണ് ആ പോഡ്കാസ്റ്റിന് ഇപ്പൊ മൊത്തത്തിൽ ട്രെൻഡിങ് എന്ന് പറയുന്നത്. ആ പോഡ്കാസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ള നല്ല ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് രാജ് ശമാനി എന്ന് പറയുന്ന ഒരാള്. ഇപ്പൊ പുള്ളി പ്രത്യേകിച്ച് വലിയൊരു റിസ്ക് എടുത്തായിരിക്കും ചിലപ്പോ ഈ ഒരു പോഡ്കാസ്റ്റിന് അറേഞ്ച് ചെയ്തത്. കുറെ അറിയാലോ, ആളുടെ ലൊക്കേഷൻ തപ്പി ഒരു നടക്കുന്ന എന്താ പറയാ ബാങ്ക് ആയാലും ഏജൻസികളും ഒക്കെ ഉണ്ട്. ഒരുപാട് റിസ്ക് എടുത്ത് നടത്തിയ ഒരു പോഡ്കാസ്റ്റ് ആണ്. എന്തായാലും ഭയങ്കര ട്രെൻഡിങ് ആണ്. ഇപ്പോഴത്തേക്കും തന്നെ 17 മില്യൺ വ്യൂസ് ആണ് വന്നിട്ടുള്ളത്. ആ ചാനലിന് തന്നെ ഓൾമോസ്റ്റ് 11 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എന്നാലും അതിലൊന്നും കൂടിക്കൊണ്ട് വരെയാണ്. അതിൽ ഫസ്റ്റ് ഒരു പോഡ്കാസ്റ്റ് 9 വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യ പോഡ്കാസ്റ്റ് ആണ്. ആള് ഒന്ന് വന്ന് ആളുടെ സ്റ്റോറി എന്താണെന്നുള്ളത് പറയുന്ന ആദ്യത്തെ ഒരു ഇതാണ്. അത് ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അത് പുള്ളിയുടെ സ്റ്റോറി പറയുന്നുണ്ട്. പുള്ളി എങ്ങനെ ഒരു കടക്കാരനായെന്ന് പറയുന്നുണ്ട്. ഇവര് ചോറെന്ന് വിളിച്ച് കളിയാക്കുന്നു എന്ന് പറയുന്നുണ്ട്. പുള്ളിയുടെ വിഷമം പറയുന്നുണ്ട്. എങ്ങനെ ഇങ്ങനെ ആയെന്ന് പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ മെയിനായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഇത് ഇന്ത്യക്കാര് വരെ പറയുന്നത് ഏകദേശം 9,000 കോടി രൂപയുടെ ഇത് ഡെബിറ്റ് ആണ് ഉണ്ടായിട്ടുള്ളതെന്ന്. പക്ഷെ അദ്ദേഹം പ്രൂഫ് സഹിതം ഒരു പേപ്പർ വെച്ച് പറയുന്നതെന്ന് വെച്ചാൽ മൊത്തത്തിൽ 6,000 കോടി രൂപ, അതായത് 6,000 സംതിങ് എന്തോ കോടി രൂപയുടെ ഇത് മാത്രമേ ഉള്ളൂ. ഈ 9,000 എന്ന് പറയുന്നത് ഇവര് പറയുന്ന കള്ളക്കണക്കാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. പിന്നെ വീണ്ടും പറയുന്നത് വെച്ചാല് അവർക്ക് ഏകദേശം 14,000 കോടി രൂപയുടെ സ്വത്ത് അവർ റിക്കവർ ചെയ്തെന്ന് പറയുന്നുണ്ട്. അത് എത്ര സത്യമാണെന്ന് അറിയില്ല. ഗൂഗിളും പറയുന്നത് അങ്ങനെയാണ്. ആളുടെ ഒരു സ്റ്റോറി പറഞ്ഞു. പക്ഷെ പ്രത്യേകിച്ച് അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയാ, ലാസ്റ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഫൈനാൻസ് മിനിസ്റ്റർ ഒക്കെ ആളെ ചതിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് എന്താ പറയാ, എന്തൊക്കെയോ അതിന് പിന്നിൽ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ആൾ അതിൽ പറയുന്നത്. ആളുടെ ഒരു സ്റ്റോറി നമ്മൾ കേട്ടു. ഫൈനലി ഇത്രയും കാലം നമ്മൾ എന്താ പറയാ മീഡിയയിലും ചില ട്രോൾസിലും മേംസിലും മാത്രമേ അവരൊക്കെ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടോണ്ടിരുന്നത്. അപ്പൊ ആളുടെ ഒരു സ്റ്റോറി കേട്ടു. എന്തായാലും ഒരുപാട് കഥകൾ അങ്ങനെയൊക്കെ പറയാനുണ്ട്. കഥ എന്നല്ല, ചിലപ്പോൾ ഒറിജിനലും ആവാം, നമുക്കറിയില്ല. അതിൽ അങ്ങനെയൊക്കെ ഒരു ട്രെൻഡിങ് പോഡ്കാസ്റ്റ്. മെയിനായിട്ടും RCB കപ്പടിച്ചപ്പോഴാണ് വിജയ് മല്യ പൊങ്ങി വന്നത്. അതിന്റെ കമന്റില് അല്ലേ, കമന്റില് SBI ബാങ്ക് സാർ കം ടു ഇന്ത്യ, വി ക്യാൻ സെലിബ്രേറ്റ് ടുഗദർ. എന്തായാലും അത് സംഭവമാണ്. ഇപ്പൊ എന്തായാലും ആള് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലേ. നമ്മുടെ RCBയുടെ പേരെങ്ങനെയാന്ന് വന്നത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സംഗതിയാണ് ആള് പറഞ്ഞത്. നമുക്കറിയാം എന്താ പറയാ, ആളുടെ ഒരു വിസ്കി ബ്രാൻഡ് ഉണ്ട്, നമുക്കറിയാമല്ലോ, റോയൽ ചലഞ്ച് വിസ്കി എന്നാണ് അതിന്റെ ഒരു പേര്. ആ ഒരു വിസ്കി ബ്രാൻഡ് എന്താ പറയാ കുറച്ചൊരു നെക്സ്റ്റ് ലെവൽ എന്താ പറയുക അഡ്വർടൈസ്മെന്റും എല്ലാം കിട്ടാൻ വേണ്ടി അന്നത്തെ കാലത്ത് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ IPL ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നല്ലൊരു IPL ടീമിനെ ഏറ്റെടുക്കുക എന്നുള്ളത്. IPL എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് പോലും ഇന്ത്യയിലൊരു മതം പോലെയാണ്, ഒരു റിലീജിയൻ, അങ്ങനെയല്ലേ പറയുന്നത്. പ്രത്യേകിച്ച് അപ്പൊ അതിലും വലിയ ഒരു അഡ്വർടൈസ്മെന്റ് ഒരു ടീമിലൂടെ കിട്ടുക എന്ന് പറഞ്ഞത് എന്താ പറയാ, അത് ഒരു നെക്സ്റ്റ് ലെവൽ അഡ്വർടൈസ്മെന്റ് ആണ്. അപ്പോഴേ എന്താ പറയാ, അങ്ങനെ പുള്ളിക്കാരെ കണ്ടിന്യൂ ചെയ്തു. എന്താ 3 ടീമുകൾക്ക് വേണ്ടി ബിഡ് ചെയ്തു എന്നാണ് പറയുന്നത്. 3 ടീമുകൾക്ക് വേണ്ടി ബിഡ് ചെയ്തു. അതില് പ്രത്യേകിച്ച് നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വളരെ ചെറിയ മാർജിനാണ് നഷ്ടപ്പെട്ടു പോയെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പുള്ളിയായിരിക്കും എന്റെ ഓണർ എന്നാണ് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കും, മുംബൈ ഇന്ത്യൻസിന് പകരം റോയൽ ചലഞ്ച് മുംബൈ എന്നെല്ലാം ആവാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ അത് വളരെ ചെറിയൊരു മാർജിനിലാണ് പോയത്. പിന്നെ ഏതോ 2 ടീം, കൊൽക്കത്ത ഒരു ടീമായിരുന്നു, കൊൽക്കത്തയും വേറെ ഏതോ ഒരു ടീം, 3 ടീമുകളെ ലാസ്റ്റ് അങ്ങനെ ബിഡ് ചെയ്ത് ഹൈ ബിഡിലെത്തി. അതായത് 3 ടീമുകളിൽ ഏത് ടീമിനെ വേണം പുള്ളിക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ആയി. ബാംഗ്ലൂർ, കൊൽക്കത്ത, പിന്നെ വേറെ ഏതോ ഒരു ടീം. പക്ഷെ ലാസ്റ്റ് പുള്ളി സെലക്ട് ചെയ്തത് ബാംഗ്ലൂരാണ്. അപ്പൊ അങ്ങനെയാണ് എന്താ പറയാ, പുള്ളിയുടെ ആ ഒരു വിസ്കി ബ്രാൻഡിന്റെ പേര് റോയൽ ചലഞ്ച് വിസ്കി എന്നുള്ള ആ റോയൽ ചലഞ്ച് എടുത്ത് ബാംഗ്ലൂരിന്റെ ഫ്രണ്ടിൽ. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ RCB, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഉണ്ടായത്. കാരണം അതിന്റെ പിന്നിലുള്ള ഒരു കഥ അത് ആർക്കും അറിഞ്ഞൂടായിരുന്നു. ഈ ഒരു പോഡ്കാസ്റ്റ് കഴിഞ്ഞ് വീണ്ടും അദ്ദേഹം പറഞ്ഞത്. പിന്നെ ആ ഒരു IPL സീസണിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള പരസ്യമായിരുന്നു അത് ഒരുപാട് വർഷം അല്ലേ ട്രെൻഡിങ് ആയിരുന്ന സാധനം. എത്ര വർഷം ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു തുടക്കത്തെ പറ്റിയാണ് പറയുന്നത്. അത് 1996-ലാണ് കിങ്ഫിഷർ എന്ന് പറയുന്ന ബിയർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോഴ് അവര് വിജയ് മല്യ പറയുന്ന വെച്ചാല് അന്ന് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്തിരുന്നത്
വെസ്റ്റ് ഇൻഡീസുമായിട്ട്, വെസ്റ്റ് ഇൻഡീസ് ആണ് ഫസ്റ്റ് അവർ അഡ്വർടൈസ്മെന്റിന് എടുത്തത്, വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റേഴ്സ്. അപ്പൊ അവര് എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്ന വെച്ചാൽ അവരുടെ ആ ഒരു രീതി, നമ്മളെ DJ ബ്രാവോ കണ്ടില്ല, ഓരോ വിക്കറ്റ് എടുത്ത് ഡാൻസ്, അവരായിട്ടുള്ള ആ ഒരു കൾച്ചർ ഫോളോ ചെയ്ത് വരും. അപ്പൊ അങ്ങനെ കാണുമ്പോൾ അവിടത്തുള്ള ആൾക്കാർക്ക് ഇതൊരു, പ്രത്യേകിച്ച് ആ ടീഷർട്ടിൽ കിങ് ഫിഷർ എന്നും കൂടെ കാണുമ്പോൾ ഇതൊരു പ്രൊമോഷൻ ആയിട്ട് തോന്നും. ഇതിന്റെ സെയിൽസ് ഓട്ടോമാറ്റിക്കലി അവിടെ കൂടും. അതാണ് വിജയല്ലേ അവിടെ കാണിച്ചത്. പിന്നെ ഈ ഒരു കിങ് ഫിഷർ എന്ന് പറയുന്ന എയർലൈൻസും ഉണ്ടായിരുന്നു. അത് വലിയ രീതിയിൽ ഫേമസ് ആയിട്ടുള്ള എയർലൈൻസ് ആയിരുന്നു കിങ് ഫിഷർ എന്ന് പറയുന്നത്. ലാസ്റ്റ് പൊട്ടിപ്പൊളിഞ്ഞു പോയി. നമ്മളെ സഫാരി ചാനലിൽ സന്തോഷ് ചേർക്കുളങ്ങര ഒരുപാട് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മിക്ക യാത്ര നടത്തിയ കിങ് ഫിഷർ എയർലൈൻസിലായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇന്നത്തെ എമിറേറ്റ്സ് എങ്ങനെ ആയിരുന്നോ അതേപോലെയായിരുന്നു അന്നത്തെ കിങ് ഫിഷർ എന്നാണ് പറയുന്നത്. പിന്നെ 2008 ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിട്ടാണ് വിജയ് മല്യയുടെ ഒരു ഡൗൺഫോൾ അവിടെ തുടങ്ങുന്നത്. അദ്ദേഹം പിന്നെ പറയുന്നത് വെച്ചാല് അന്നത്തെ പ്രസിഡന്റുമായിട്ട് സംസാരിച്ചിട്ട് പ്രസിഡന്റാണ് പറയുന്നത് ലോണ് കാര്യങ്ങളെല്ലാം ബാങ്ക് തന്ന് സഹായിക്കും എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അവര് വീണ്ടും വിജയ് മല്യ വീണ്ടും പറഞ്ഞതെന്ന് വെച്ചാല് ശമ്പളം വെട്ടിച്ചുരുക്കിയിട്ട് അങ്ങനെ നോക്കാന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ലേബേഴ്സിനെ വീണ്ടും കുറച്ചു. പിന്നെ എങ്ങനെയൊക്കെ നോക്കിയിട്ട് നടക്കാത്തതുകൊണ്ടാണ് എയർലൈൻസ് കൂട്ടിയത്. എന്തായാലും എന്താ പറയാ, ഒരു വലിയ ഉയർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ സമ്പാദിച്ചെടുത്ത ഒരാളല്ലേ ഒറ്റയ്ക്ക് രാജ്യം വിട്ട് ഒളിച്ചു താമസിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തി. അതിലും ഒരു തിയറി ഉണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ അദ്ദേഹം രാജ്യം വിട്ട് ഒളിച്ചു താമസിക്കാന്നല്ല, അതായത് ഇതിനൊക്കെ മുമ്പ് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാണ്. പോയതിനു ശേഷമാണ് പിന്നെയാണ് ഈ ഒരു സംഭവം നടന്നത്. പിന്നെ അതിനുശേഷം ഇന്ത്യയിലോട്ട് വന്നിട്ടില്ല. അതാണ് അവിടെ നടന്നതെന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ആളുടെ ഒരു സ്റ്റോറി അല്ലേ, ആളുടെ ഒരു ഇത്രയും കാലം നമ്മൾ ഓരോ കഥകൾ കേട്ടോണ്ട് 4 പ്രാവശ്യം ആളുടെ ഒരു സ്റ്റോറി പറഞ്ഞു. അപ്പൊ നമ്മള് എന്താ പറയാ, നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. അതിനെ പറ്റി ഒരുപാട് ട്രോൾസ് ഉണ്ട്. ഇങ്ങനെ തന്നെ ഇങ്ങനെ പരിഗണിക്കാതെ ഒരുപാട് ട്രോൾസ് ഇറങ്ങുന്നുണ്ട്. ഒരുപാട് ട്രോൾസ്. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം ഭയങ്കര ഈശ്വര വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രണ്ടാമത് പറഞ്ഞ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ടെമ്പിൾസിൽ അദ്ദേഹം നല്ലൊരു ഡൊണേഷൻ കൊടുത്തിട്ടുണ്ട്. ശബരിമല മെയിൻ ഒരു ശബരിമല ആ ഒരു റൂഫ്, ഗോൾഡൻ റൂഫ് ഫുള്ള് കൊടുത്തത് ഈ ഒരു വിജയമല്ല എന്ന് പറയുന്നത്. പല പല ടെമ്പിൾസ് അല്ലേ സൗത്ത് ഇന്ത്യയിലെ ടെമ്പിൾസിൽ അത്യാവശ്യം അറിയാവുന്ന ടെമ്പിൾസിനെല്ലാം ഇത് നല്ലൊരു ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൽ എടുത്തു പറഞ്ഞ ശബരിമല എന്നാണ്, കേരള ശബരിമല. ഇത്രയും ഒരു പൈസ നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്ന ഒരാളാണ് പെട്ടെന്നുകൊണ്ട് ഒരു ഡൗൺഫാളില് എത്തിയത്. ശരിയാണ്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പം വിചാരിക്കുന്നു ഇപ്പൊ SBIയുടെ അവസ്ഥ എന്തായിരിക്കും എന്നാ. കാരണം ഇത്രയും കാലം ആളെ ഇങ്ങനെ ഒരു ഇമേജിൽ കൊണ്ട് നിർത്തിയിരിക്കുകയായിരുന്നില്ലേ, പൈസ തട്ടിയെടുത്തോണ്ട്. ഇപ്പൊ ഒറ്റയ്ക്ക് എല്ലാവർക്കും ഭയങ്കര സിമ്പതിയായി തോന്നി തുടങ്ങിയാണ് ആളുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴേ. നമുക്ക് അഫ്കോഴ്സ് അതിന്റെ റിയാലിറ്റി അറിഞ്ഞൂടാ. എന്തായാലും സംഗതി കൊള്ളാം. പിന്നെ ഒരു മിക്ക ബിസിനസ് ഫസ്റ്റ്ലി സ്റ്റാർട്ട് ആണ് ലിക്കർ ബ്രാൻഡാണ് മെയിനായിട്ട്. MC ഡോൾസ്, റോയൽ ചലഞ്ചർ, ആ ഒരു വിസ്കി, അതുപോലെ മിക്കതും കിങ് ഫിഷർ. അത് കിങ് ഫിഷർ ഒക്കെ ഇപ്പൊ ഓണേഴ്സ് മാറി, കിങ് ഫിഷർ ബിയറിന്റെ ഒക്കെ. അപ്പം ഒരു ലിക്കർ ബ്രാൻഡ് വഴിയാണ് കയറിയത്. അപ്പൊ ആ ഒരു ലിക്കർ ബ്രാൻഡിന്റെ പ്രൊമോഷൻ രീതിയിലും ഈ IPL ഉള്ള ടീംസിന് ഉപയോഗിച്ചു. ആ ഒരു ഉലാല എന്ന് പറയുന്ന ആ ഒരു പരസ്യം ഉപയോഗിച്ചു മെയിനായിട്ട്. അപ്പൊ ആ ഒരു ഏരിയയില് ആ ഒരു സീസണില് നല്ല രീതിയിലൊന്ന് നല്ലൊരു അപ്ഗ്രേഡായി, നല്ലൊരു വെൽത്ത് അദ്ദേഹം ജനറേറ്റ് ചെയ്തു. എന്നിട്ടാണ് എത്രയും നിലയുള്ള വീടുകൾ വെച്ചിരുന്നു. അതെ അതെ അതെ. ഒരു എന്താ പറയാ, ഒരു ബിൽഡിംഗ് അല്ല, ഒരു ഫ്ലാറ്റിന്റെ മണ്ടയിലായിട്ട് ഒരു ബംഗ്ലാവ് അല്ലേ, അത് കണ്ടിട്ടുണ്ടാവില്ല. ആ ബംഗ്ലാവിൽ ഇരുന്ന് ഒന്ന് നോക്കിയാൽ തന്നെ ഈ നമ്മുടെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കളി നടക്കുന്ന കാണാൻ പറ്റുമെന്നാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ. അത്രയ്ക്ക് പൊക്കത്തിലാണ് അത് ഇരിക്കുന്നത്, മനസ്സിലായില്ലേ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഒരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടത്, ഇത് നടത്തിയ പോഡ്കാസ്റ്റ് ചെയ്ത ആള് സമ്മതിക്കണമെന്ന് മാത്രമല്ല, ആളുടെ ക്വസ്റ്റ്യൻസ് ടോപ്പ് ക്വാളിറ്റിയാണ്. വിജയ് മല്യയ്ക്ക് ആദ്യം അങ്ങ് ഇഷ്ടപ്പെട്ട ആ പുള്ളിയുടെ ആദ്യ ചോദ്യമാണ്. ആ പുള്ളി ആദ്യം ചോദിച്ച ചോദ്യം തന്നെയാണ്, ഇത്രയും വർഷങ്ങളായി, എന്തുകൊണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഇപ്പം വന്ന് പോഡ്കാസ്റ്റിൽ വന്ന് ഒരു ഓൺലൈൻ മീഡിയക്ക് വന്ന് ഇത് പറയാൻ തോന്നി? അത് പുള്ളി അതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ആദ്യ ക്വസ്റ്റ്യനിൽ തന്നെ. അതുകൊണ്ട് ടോപ്പ് ക്വാളിറ്റി. ഈ പുള്ളി എന്ന് പറയുന്ന ഈ പോഡ്കാസ്റ്റ് നടത്തിയ ആൾ മുമ്പും ഇതേപോലെ അത്യാവശ്യം നല്ല ഫേമസ് ആണ് ഓൾറെഡി. കുറെ നല്ല നല്ല പോഡ്കാസ്റ്റുകളുണ്ട്. പ്രത്യേകിച്ച് ഒരു പാരാമിലിറ്ററി ഒരാളോട് ഉള്ളൊരു ഇതുണ്ട്, പോഡ്കാസ്റ്റ് ഉണ്ട്. അതും ഭയങ്കര രസമാണ്. കാരണം നമ്മൾ മിലിറ്ററിയെ കുറിച്ച് അറിയാത്ത പാരാ കമാൻഡോസ്, അത് ടോപ്പ് ലെവൽ കമാൻഡോസ് ആണ്, അവരുടെ ഓപ്പറേഷൻസിനെ കുറിച്ചൊക്കെ പറയുന്ന ഓരോ വീഡിയോകളൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. മെയിനായിട്ട് ഈ ഒരു പോഡ്കാസ്റ്റ് നടത്തിയത് തീർച്ചയായും വിജയ് മല്യയുടെ അണ്ടറിലായിരിക്കണം, ഉറപ്പായിട്ട്. അവര് പറഞ്ഞ സ്ഥലത്ത് ഇവര്
അത്ര ഒരു വലിയൊരു ക്രൂ മെമ്പേഴ്സ് ഇല്ലാതെ പോയി എടുത്ത ഷൂട്ടിംഗ് ആണ്. കാരണം ലൊക്കേഷൻ ട്രാക്ക് ചെയ്യും, അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളായിരുന്നു. മിക്കവാറും വേറെ ഒന്നും എനിക്കൊന്ന് പോഡ്കാസ്റ്റ് ചെയ്ത ആൾക്ക് തന്നെ അറിയാന്ന് തോന്നുന്നില്ല ഈ പറഞ്ഞൊരു കാര്യം. ഇന്ന സ്ഥലത്ത് വരണമെന്ന് പറഞ്ഞു ഞാനും ഇന്ന സ്ഥലത്ത് പോയി അവിടെ സെറ്റപ്പ് ചെയ്ത് കാണും പുള്ളിയായിട്ട് തന്നെ, പുള്ളിയുടെ ടീമായിട്ട് തന്നെ. മീൻസ് പോഡ്കാസ്റ്റ് ചെയ്യണ ആളുടെ ടീം. എന്നിട്ട് അവിടെ തന്നെ നമ്മൾ എന്താ പറയാ ഒരു പോഡ്കാസ്റ്റ് എടുത്തു പോയി. കഴിഞ്ഞു. അല്ലാതെ ഇനിയിപ്പോ ഒരു നോർമൽ ഇന്റർവ്യൂ ചെയ്യാൻ ഒരു അവസരം കൊടുത്തു, കഴിഞ്ഞു എന്താ പോയെന്നാണ് ആ ഒരു ആളും പറയുന്നത്. അങ്ങനെയാണ് ഇപ്പൊ തോന്നുന്നത്. സോ എന്തായിരുന്നാലും ഈ വലിയൊരു സ്കാം നടത്തിയ ഒരാളെ ഒരു കാൽ ഭാഗം രൂപം നമുക്ക് എന്തായിരുന്നാലും പിടികിട്ടിട്ടുണ്ടായിരുന്നു. ഇത് പുള്ളിയുടെ ഭാഗം ന്യായീകരിക്കുന്നു, പിന്നെ ഇന്ത്യ കരിഞ്ഞ് എന്തൊക്കെ ചെയ്യുന്നു കണ്ടേനെ അറിയണം. പല ട്രോൾസ് ഇറങ്ങുന്നുണ്ട്. സോ എന്തായിരുന്നാലും വിജയ് മല്യയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്ന് കമന്റിലൂടെ അറിയിക്കുക. സോ അടുത്തൊരു കാണുന്നതായിരിക്കും.